ഫെമിനിസം എന്ന വാക്ക് പദങ്ങളാൽ ചെറുതാണെങ്കിലും ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് സബ് ടൈറ്റിൽസ് ഉൾക്കൊള്ളുന്ന പ്രധാന വാക്കാണ്. ഏകദേശം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ശതകത്തിൽ ഫ്രാൻസിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. ഈ ഫെമിനിസം കൊണ്ട്, ഫെമിനിസം വാദിക്കുന്നവർ ഇതിൽ വെക്കുന്ന ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് പൂർവകാലം മുതൽക്കേ ഫെമിനിസത്തിൽ അഥവാ സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു പുരുഷാധിപത്യ സമൂഹമായിരുന്നു നമ്മുടെ മാനവരാശിയുടെ തുടക്കം മുതൽക്കേ ഇവിടെ നിലനിന്നിരുന്നത് എന്നും, എന്നാൽ ഇന്ന് സ്ത്രീകൾ അവരുടെ അവകാശങ്ങളെ നേടിയെടുക്കുന്ന ഒരു അവസ്ഥയാണ്, ഇന്ന് നേടിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് അവർ ഇതുകൊണ്ട് മുന്നോട്ട് വെക്കുന്നത്. അടിസ്ഥാനപരമായി ഈ ഫെമിനിസത്തിന്റെ ഏറ്റവും വലിയ കോട്ടം എന്നുള്ളത് പുരുഷനും സ്ത്രീയും വ്യത്യസ്തതകളായ രണ്ട് ജെൻഡറാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിലുള്ളൊരു പ്രശ്നമാണ്. അഥവാ അവളുടെ ബയോളജിക്കലായ വ്യത്യാസങ്ങളെ അവഗണിക്കുകയും, ജെൻഡർ എന്ന് പറയുന്നത് കേവലം ഒരു വാക്ക് മാത്രമാണ് എന്നും, സാമൂഹ്യപരമായ സാഹചര്യത്തിൽ ജെൻഡർ ഒരു പങ്കും വഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനപ്പുറം ഒരു സ്ത്രീയുടെ നൈസർഗികമായ അനുകൂലമായ ദയ, കാരുണ്യം എന്നിവയെ ഒരു ബലഹീനമായി കാണുക, ദൗർബല്യമായി കാണുകയും പുരുഷന്റെ ഒരു സ്ട്രോങ് ആയ ക്യാരക്ടറിലേക്ക് എത്താനുള്ള ശ്രമവുമാണ് ഇവർ നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇവർ ചിന്തിക്കേണ്ടത്, തീർച്ചയായും പുരുഷനും സ്ത്രീയും തമ്മിൽ അവരുടെ വ്യത്യാസമുണ്ട്. നമ്മുടെ സൃഷ്ടാവിന്റെ സൃഷ്ടിപ്പ് പോലും പൂർണ്ണ വ്യത്യസ്തമുള്ള പ്രകൃതിയിലാണ് പുരുഷനെയും സ്ത്രീയെയും നമ്മുടെ ഭൂലോകത്തേക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു വ്യത്യസ്തമായ പ്രകൃതിയിൽ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിക്കൽ കൊണ്ട് മാത്രമേ ഒരു പിൻതലമുറ ഈ ഭൂമിയിൽ നിലകൊള്ളുകയുള്ളൂ. അത് നമ്മുടെ സാധാരണ ബുദ്ധി കൊണ്ട് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഇനി ഇതിന്റെ ഒരു മെയിൻ ആശയമാണല്ലോ സ്ത്രീ പുരുഷ സമത്വം. അതുപ്രകാരം ഒരസമത്വവും അനീതിയും കാണിക്കാതെ ദൈവം അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുപോലെ സൃഷ്ടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ രണ്ടും പുരുഷന്മാരായിരിക്കണം, അല്ലെങ്കിൽ രണ്ടും സ്ത്രീകളായിരിക്കണം. ഇത് രണ്ടും ഒരിക്കലും സാഹചര്യത്തോട് ഒത്തുപോവുകയില്ല. ഒരിക്കലും ഭൂമിയിൽ അങ്ങനെയെങ്കിൽ ഒരു ജീവനും ബാക്കി ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ മറ്റൊരു ആശയമാണ് സ്ത്രീയുടെ ഗർഭാവസ്ഥ, മുലയൂട്ടൽ, അങ്ങനത്തെ പലതും. ഇവിടെയും അതിനെ ഒന്നുകിൽ ഇത് വാദിക്കുന്നവർ പറയണം ഗർഭാവസ്ഥ പുരുഷനും നൽകണം, അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് ഗർഭാവസ്ഥ ഒഴിവാക്കണം. ഇത് രണ്ടുകൊണ്ടും ഇവിടെ സംഭവിക്കുന്നതും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് തന്നെയാണ് നമ്മോട് ഖുർആനിലൂടെയും പറയുന്നത്. വമാ ഖലഖൽ ദക്കറ വൽ ഉൻസ ഇന്ന സഅയകും ലശത്ത. വളരെ വ്യക്തമാണ്, അർത്ഥം പറയേണ്ടതില്ല. അതിനപ്പുറം ഇനി നമ്മൾ ബയോളജിക്കലായിട്ട് നോക്കുക, അഥവാ അവരുടെ ശരീരപ്രകൃതി. ഏകദേശം ഞാൻ ഒരിക്കലും അവരെ തരം താഴ്ത്തുകയല്ല, മറിച്ച് അവരുടെ വ്യക്തിത്വത്തിലുള്ള അല്ലാഹു തആല നമ്മുടെ സൃഷ്ടിപ്പിലുള്ള വ്യത്യാസങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ബയോളജിക്കലി ഒരു പുരുഷന്റെ തലച്ചോറ് ഏകദേശം 1375 ഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ അവിടെ സ്ത്രീയുടെ തലച്ചോറിന്റെ വലിപ്പം വരുന്നത് 1260 മാത്രമാണ്. അവിടെയുള്ള ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനപ്പുറം ഇന്ന് മറ്റൊന്ന് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ ഹൃദയം എന്ന് പറയുമ്പോൾ ഏകദേശം പുരുഷന്റെ ഹൃദയത്തെക്കാൾ 50 ഗ്രാം കുറവ് അവിടെയും വരുന്നുണ്ട്.
ഇവിടെ നമുക്ക് മനസ്സിലാകും ഏകദേശം ഒരു സ്ത്രീയുടെ പ്രവർത്തനക്ഷമത അല്ലെങ്കിൽ ആ പ്രൊഫഷണൽ മറ്റുള്ള കാര്യങ്ങളിലെ വ്യക്തിത്വം എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അവരുടെ സൃഷ്ടിപ്പ് എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. അങ്ങനെ ഇതിനെ മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഫെമിനിസത്തിന്റെ ഒരു മെയിൻ സ്ട്രീമായ നമ്മുടെ ഇസ്ലാമിക് ഫെമിനിസം അതിന്റെ ആശയത്തിൽ പറയുന്നത് കാണാം, അതിന്റെ ആശയങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്താന്ന് വെച്ചാൽ ഫെമിനിസം അഥവാ ഒരു സ്ത്രീ എന്നുള്ളത് ആ സ്ത്രീയെ നിർവചിക്കുന്നത് അവളുടെ ശരീരമാണ്. അവളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് അവളുടെ ശരീരമാണ്. സ്ത്രീ വെറും ഒരു ഇറച്ചി കഷ്ണങ്ങളാണ്. ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെയാണ് ഇന്ന് നമ്മുടെ സിനിമകളില്, അതുപോലെ നമ്മുടെ മീഡിയകളില്, മറ്റ് പരസ്യ ഇൻഡസ്ട്രികളിലൊക്കെ പരസ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു സ്ത്രീയുടെ അവളുടെ ശരീരമല്ല അവൾ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത്, മറിച്ച് അവളുടെ പ്രകൃതി, അവളുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് അവളുടെ പ്രകൃതിയാണ്, അവളുടെ സൃഷ്ടിപ്പിലുള്ള പ്രകൃതിയാണ് അവളുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത്. ഇതിന്റെ ഒരു ഉദാഹരണം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള തെറ്റുകൾ നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ പ്രധാനമായും നമ്മുടെ ഈ ഫെമിനിസത്തിന്റെ ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇസ്ലാമിക് ഫെമിനിസത്തിലെ ഒരു ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായും ഈ സ്ത്രീകളെ അവര് ചിന്തിക്കുന്നത് തന്നെ ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. അതില് നമ്മൾ എങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിലും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു എയർ ഹോസ്റ്റേഴ്സ് അവരെ നിയന്ത്രിക്കുന്നത് മുതലാളിത്ത പുരുഷന്മാരാണ്. കാരണം ആ എയർ ഹോസ്റ്റേഴ്സിനെ അവരുടെ വസ്ത്രം എങ്ങനെയായിരിക്കണം എന്ന് നിർണ്ണയിക്കുന്ന പുരുഷന്മാർ. ആർക്ക് വേണ്ടിയിട്ടാണ്? മറ്റുള്ള ആളുകൾക്ക് അഥവാ കസ്റ്റമേഴ്സിന്റെ അവരെ നിർവൃതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മുടെ ഇസ്ലാം പറയുന്നത് അവളുടെ ഭംഗിയെ അവൾ പ്രദർശിപ്പിക്കണം. ആരുടെ മുമ്പിൽ? അവളുടെ പുരുഷന്റെ മുമ്പിൽ. എന്തിനു വേണ്ടിയിട്ട്? അടുത്ത തലമുറകൾക്ക് വേണ്ടിയിട്ട്. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കണം, അഥവാ മറ്റ് കസ്റ്റമേഴ്സിന് വേണ്ടി ശരീരത്തിന്റെ ഭംഗിയെ പ്രദർശിപ്പിക്കലാണോ മുതലാളിത്ത പുരുഷന്മാരുടെ വാക്കുകൾ കേട്ട് മറ്റു കസ്റ്റമേഴ്സിന് വേണ്ടി ശരീരത്തെ പ്രദർശിപ്പിക്കലാണോ? അല്ല, ഒരു പെണ്ണിന്റെ അള്ളാഹു നൽകിയ ഭംഗിയെ അവൾക്ക് ആ ഭംഗിയെ അത് ഉപയോഗപ്പെടുത്തുക, അത് പ്രദർശിപ്പിക്കുക മൂലം അവൾക്കുണ്ടാകുന്ന ബാധ്യതകളെ ഏറ്റെടുക്കുന്ന, നാലാളുടെ മുമ്പിൽ ഏറ്റെടുത്ത ഒരു പുരുഷന്റെ മുമ്പിൽ അവൾക്ക് പ്രദർശിപ്പിക്കാനും അതിന് സ്വാതന്ത്ര്യം നൽകിയ ആ പുരുഷന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ സ്വാതന്ത്ര്യം നൽകി നമ്മുടെ ഇസ്ലാം പറയുന്നതാണോ നേരെയെന്ന് ഇവിടെ നമ്മൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. ഇവിടെ നമ്മൾ ചിന്തിക്കണം, പഠിക്കണം. നമ്മൾ ഇവിടെ അഥവാ ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും, ഫെമിനിസം എന്നതുകൊണ്ട് സ്ത്രീയുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്നത് ആര്? ഇസ്ലാം എത്രത്തോളം ഒരു സ്ത്രീയെ ആ സ്ത്രീത്വത്തെ സൂക്ഷിക്കുന്നുണ്ട് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വാക്കുകൾ ചുരുക്കുന്നു.